ഹലോ ഗായ്സ്, നമ്മളിന്ന് നാട്ടിൽ പോവാണ്. അപ്പം രാവിലെ തന്നെ എല്ലാം സെറ്റാക്കി റെഡിയായി. അതുപോലെ ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പം അടുത്തിടെയായിട്ടൊക്കെ ഭയങ്കര മഴയാണ് ഇവിടെ. അത് കാരണം വണ്ടിയെല്ലാം വന്ന് പൊതിഞ്ഞിട്ടു ഇതുപോലെ. കാരണം ഈ മഴ പെയ്യുന്നതുകൊണ്ടുണ്ടല്ലോ കംപ്ലീറ്റ് ചെളി വരും. അപ്പോൾ നമ്മളൊരു 10 ദിവസത്തേക്ക് ഇവിടെ ഇല്ലാത്തപ്പോൾ വണ്ടി മൊത്തം ചെളിയായി കിടക്കും തിരിച്ചു വരുമ്പം. അപ്പോൾ അത് വരാതിരിക്കാൻ സർവീസ് ചെയ്തിട്ട് മുഴുവൻ കവർ ചെയ്തിട്ടു. കാലാവസ്ഥയാണ്, വലിയ ചൂടൊന്നുമില്ല. എനിക്ക് നാട്ടിലോട്ട് വരുമ്പോൾ ഭയങ്കര ചൂടിലോടാണ് നമ്മൾ ചെല്ലുന്നതെന്ന് തോന്നുന്നു, എല്ലാവരും പറഞ്ഞു കേട്ടിട്ട്. 12 മണിക്കത്തെ ഫ്ലൈറ്റാണ്. ഇവിടുന്ന് നേരെ ഇനി എയർപോർട്ട്, ഇപ്പം മണി 8 നേരെ എയർപോർട്ട് 12ൻ്റെ ഫ്ലൈറ്റിൽ ബഹ്റിനിൽ നിന്ന് കൊച്ചി. അതാണ് നമ്മുടെ ഷെഡ്യൂൾ. നമുക്ക് കാണാം. ലഗേജ് എല്ലാം റെഡിയാണ്. നമ്മൾ ജസ്റ്റ് ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലഗേജൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങുവാണ്. സജിയേട്ടനാണ് നമ്മളെ എയർപോർട്ടിൽ കൊണ്ട് വിടുന്നത്. നമ്മളിപ്പോൾ എയർപോർട്ട് യാത്രയിലോട്ടാണ്. ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് വഴിയൊക്കെ അത്യാവശ്യം വളരെ എംറ്റിയാണ്, വലിയ തിരക്കൊന്നുമില്ല. ഇനിയിപ്പം ഒരു 3/4 മണിക്കൂറാണ് നമ്മളുടെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലോട്ട്. നമ്മൾ ഏകദേശം എയർപോർട്ടിലെത്തി. ടെർമിനൽ 5 അപ്പോൾ കാണാം. ശരി ചേച്ചി, ബൈ, സീ യു സൂൺ. നമ്മുടെ പെട്ടി ഇവിടെ നിന്ന് താഴെ വീണപ്പോഴേ ആ 2 തുർക്കികൾ വന്നിട്ട് ആ പെട്ടി എടുത്തു തന്നു. ഒരുത്തൻ കൊനിയക്കാരനും ഒരുത്തൻ ഇസ്താംബൂളുകാരനാണ്. നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മളുടെ ഗേറ്റിന് അങ്ങോട്ടാണ് പോകുന്നത്. ടെർമിനൽ 5 ആണ്. ഇത് നേരത്തെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ വന്നുകൊണ്ടിരുന്ന എയർപോർട്ടാണ്. അതവർ മാറ്റിയിട്ട് ഇൻ്റർനാഷണൽ ആക്കി. ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എല്ലാം ഇൻ്റർനാഷണലിൻ്റെ ആ ഒരു ടെർമിനലിലോട്ട് പോയി. നമ്മൾ ഇപ്പം എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഭയങ്കരമായിട്ട് ആൾക്കാർ ട്രാവലിങ്ങിനുണ്ട്. ഇപ്പോൾ ഈ യുദ്ധത്തിനിടയിൽ ഈ സീസ്ഫെയർ വന്നപ്പോൾ ഇഷ്ടംപോലെ ഫ്ലൈറ്റുകൾ ഓപ്പൺ ആയതുകൊണ്ട് നല്ല തിരക്കാണ് എയർപോർട്ടിനുള്ളിൽ. ഞാൻ കഴിഞ്ഞ മാസം ജനുവരിയിൽ നാട്ടിലോട്ട് ട്രാവൽ ചെയ്തായിരുന്നു. ആ സമയത്ത് ഇവിടെ ഓൾമോസ്റ്റ് കാലി അടിച്ച് കിടക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല, അത്യാവശ്യം നല്ല തിരക്കാണ്. കൗണ്ടർ നമ്മളിപ്പോൾ ഫാമിലി ആയതുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവർ വെളിയിൽ നമ്മളെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുക. ഓരോ കൗണ്ടറും അവർ കൗണ്ട് ചെയ്താണ് വിടുന്നത്. ഇതാണ് ഗൾഫ് ഫെയർ. നമ്മൾ ഗൾഫ് ഫെയറിനാണ് പോകുന്നത്. അങ്ങനെ ലഗേജൊക്കെ ഇട്ടു, ബോർഡിംഗ് പാസ് എടുത്തു. നമ്മളിനി നേരെ ഇമിഗ്രേഷനിലോട്ട് പോവാണ്. നമ്മളങ്ങനെ ഇലക്ട്രോണിക് ഗേറ്റ് കടന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഫോൺ എൻ്റെ കയ്യിലുണ്ട്. നമ്മളങ്ങനെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെത്തി. അതുവഴി ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇവിടെ നമുക്ക് ഇമിഗ്രേഷൻ പോലെ തന്നെയാണ്. പക്ഷേ സ്റ്റാമ്പൊന്നും അടിക്കുന്നില്ല. ഇപ്പം പാസ്പോർട്ട് നേരത്തെ പോലെ ജസ്റ്റ് അവർ നമ്മുടെ ഫിംഗർ വെക്കുന്നു, പൊക്കോളാൻ പറയുന്നു. സിമ്പിളാണ്, വളരെ വേഗം ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ ലോഞ്ചിലെത്തി. ഇതിപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ട് നേരത്തെ ടെർമിനൽ 1, 2 ആയിരുന്നത് 3 ആയിരുന്നു. ഇപ്പോൾ 5 വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ലോഞ്ച് ഇപ്പോൾ എവിടെയാണെന്ന് നോക്കി ഞാൻ നടക്കുക. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയതും ടെർമിനൽ 2 അതിവിടെ അല്ലല്ലോ. അല്ല, അത് സൗദി അപ്പുറയാ. അപ്പം അത് കാരണം എനിക്കിപ്പം മനസ്സിലാകുന്നില്ല എവിടെ ലോഞ്ചെന്ന്. എന്തായാലും പോയി നോക്കാം. നമ്മളങ്ങനെ ലോഞ്ചിൽ കൂടി ഇങ്ങനെ നടക്കുവാണ്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ ആ ഏരിയയിൽ ഇവിടെ എവിടെയാണ് ലോഞ്ച് എന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. ലോഞ്ച് തപ്പി നടക്കുക, സത്യം പറഞ്ഞു. ലോഞ്ച് കൂടല്ല, ലോഞ്ച് തപ്പി നടക്കുക. അത്യാവശ്യം തിരക്കുണ്ട്. ഇനി ഒരു 2 മണിക്കൂറിലുണ്ട് നമ്മുടെ ഫ്ലൈറ്റിന്. അപ്പം ഇനി ലോഞ്ച് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം, കോഫി വല്ലതും മേടിച്ച് ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ലോഞ്ച് തപ്പി നടക്കുകയാണ്. ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നമ്മളുടെ ഗേറ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ ഏറ്റവും അറ്റത്താണ്, 505B. അപ്പോൾ അവിടുന്ന് നിന്ന് ഇപ്പം എന്താ ഇവിടെ വരെ നടന്നു വന്നു, 508B. അങ്ങനെ കറങ്ങി നോക്കാം, ഇവിടെ എവിടെയെങ്കിലും കാണും. അല്ലെങ്കിൽ പിന്നെ തിരിച്ച് നടക്കാം. ഈ വാറിന് ശേഷമല്ല, വാറിൽ സീസ് ഫയർ ആയതിനു ശേഷമാണ് എയർപോർട്ടൊക്കെ ഒന്ന് ആക്റ്റീവ് ആയിരിക്കുന്നത്. എന്നാലും ഫുള്ളി ആക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ അല്ല. കാരണം ടിക്കറ്റ് ഫെയറൊക്കെ കുത്തനെ ഡബിൾ ആയിരിക്കുകയാണ്. അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇപ്പോൾ ഈ സീസ് ഫെയർ സമയത്തപ്പം വിചാരിച്ചെന്നാൽ ഒരു ക്വിക്ക് ട്രാവൽ ചെയ്ത് കളയാൻ. അതാണ് 10 ദിവസത്തേക്ക് നാട്ടിലോട്ട് പോകുന്നത്. നമ്മളങ്ങനെ ലോഞ്ച് കണ്ടെത്തി. ഇതാണ് ലോഞ്ച്, കോസിയ ലോഞ്ച്. അപ്പം നമ്മളവിടെ കയറുന്നു. അതിന് ശേഷം കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മൾ ലോഞ്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, 1 മണിക്കൂർ. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി. കാര്യമായിട്ട് വലിയ സംഭവമൊന്നും അവിടെ ഇല്ല. എന്നാലും ജസ്റ്റ് കോഫിയോ കുടിച്ചു വന്നിട്ട് ചെറിയൊരു സ്നാക്കൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഗേറ്റിലോട്ട് നടക്കുകയാണ്. നേരെ ഗേറ്റിന് അങ്ങോട്ട് പോകുന്നു. കിടപ്പുണ്ട് നമ്മുടെ ഗൾഫ് എയർ. ഹലോ ഗൈസ്, നമ്മളിപ്പം ഇവിടെ പിന്നെ ബോർഡിംഗ് പാസ് ഫൈനൽ ചെക്ക് ചെയ്ത് വരുമ്പോൾ ചിലപ്പം പാസ്പോർട്ടൊക്കെ താഴെ പോകാറില്ലേ? അതോ എനിക്ക് മാത്രം സംഭവിക്കുന്നതാണോ? അറിയാൻ വേണ്ടി ചോദിക്കുക. ഇടയ്ക്കൊക്കെ ഇങ്ങനെ താഴോട്ട് വീഴും, എന്നിട്ട് എടുക്കും. അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നമ്മളങ്ങനെ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകുന്നു. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം. 1 മണിക്കൂർ ഡിലേ ആയിരുന്നു ഫ്ലൈറ്റ്. വളരെ നാളുകൾക്ക് ശേഷം ഗൾഫ് എയറിൽ യാത്ര ചെയ്യുകയാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹ്റൈനിലെ അവസ്ഥ എന്താണെന്ന് നമുക്കവിടെ ചെല്ലുമ്പോൾ അറിയാം. ഇഷ്ടംപോലെ ഫ്ലൈറ്റുകളിലൂടെ കിടപ്പുണ്ട് പോകാൻ. കണ്ടില്ലേ? ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ ഇടയിലാണ് നമ്മളുടെ ഈ യാത്ര. തൽക്കാലം സീസ് ഫെയർ ആയതുകൊണ്ട് യാത്ര ചെയ്യുക. നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറി. അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉള്ള ഒരു പഴയ ഫ്ലൈറ്റാണ്. ഈ മോണിറ്ററൊക്കെ കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു ഫ്ലൈറ്റാണിത്, ഗൾഫ് എയറിൻ്റെ. ഫ്ലൈറ്റ് ഫുള്ളാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ബഹ്റൈനിലെത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ ക്യൂവിലല്ലേ? ആ സ്കൈ ടീം ഏതിൻ്റെയാണ്? അവിടുത്തെ ഫ്ലൈനാസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് റൺവേയിലോട്ട് കയറാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. കിങ് ഖാലിദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, റിയാദ്. ഏതാണ്ട് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു 10-15 മടങ്ങ് അതിലും കൂടുതലുണ്ടായിരിക്കും. വിസ്തൃതി കൊണ്ട് ഭയങ്കര വലിയ എയർപോർട്ടാണിത്. ടെർമിനൽസും എല്ലാം കൂടെ നോക്കിയാലും ഭയങ്കര വലിയൊരു എയർപോർട്ടാണ്. നമ്മളിപ്പോൾ ബഹ്റൈനിൽ ലാൻഡ് ആകാൻ
ഗൈസ്, ഭയങ്കരമായിട്ടുള്ള എയർ പ്രഷറുണ്ട് കുട്ടികളുടെ ചെവിക്കകത്ത് വേദനയൊക്കെ ഇപ്പോൾ ഈ ഒരു എയർ പ്രഷറിലുണ്ടാകാം. അപ്പം അതിൻ്റെ ഒരു ബഹളം നമുക്ക് കേൾക്കാം ഇവിടെ. അപ്പം നമ്മൾ ലാൻഡാവും. الكوهيجي وكفر على الطاقم ونشكر مختلف سفارات الخليج ونطلع نترحب. അങ്ങനെ നമ്മൾ ബഹ്റൈൻ ലാൻഡായി. നമ്മൾ നേരെ അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി പോകുന്നു. ഇതാണ് ബഹ്റൈൻ എയർപോർട്ട്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഓൾമോസ്റ്റ് എയർപോർട്ട് കാലിയാണെന്ന് തന്നെ പറയാം. കാര്യമായിട്ട് ഫ്ലൈറ്റൊന്നും ഇവിടെ കാണുന്നില്ല. യുദ്ധത്തിൻ്റെ ഒരു ആഘാതം നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ട് എയർപോർട്ടിനകത്ത്. വളരെ ലിമിറ്റഡ് ഫ്ലൈറ്റ് മാത്രമേ ഇങ്ങോട്ട് ലാൻഡ് ആകുന്നുള്ളൂ. ബഹ്റൈൻ എയർപോർട്ട് അത്യാവശ്യം വലിയ എയർപോർട്ട് തന്നെയാണ്. ഞാനിതുവരെ 1-2 തവണ നേരത്തെ വന്നിട്ടുണ്ട് ബഹ്റൈൻ വഴി. പക്ഷെ അതെല്ലാം ജസ്റ്റ് വന്ന് ലാൻഡ് ചെയ്ത് ഉടൻ തന്നെ അടുത്ത ഫ്ലൈറ്റിൽ കയറി പോകുന്ന അങ്ങനത്തെ ആ ഒരു യാത്രയായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ 5-6 മണിക്കൂറുണ്ട് ഇവിടെ ബഹ്റൈനിൽ. നമുക്ക് ബഹ്റൈനിലോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആ റൈറ്റ് സൈഡിൽ കണ്ട ആ ഒരു ഇമിഗ്രേഷൻ ക്രോസ് ചെയ്ത് നമുക്ക് വെളിയിലോട്ട് ഞാൻ ട്രാൻസ്ഫേഴ്സിൻ്റെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ ഫ്ലൈ ചെയ്ത ഒരു കുട്ടി, അവർക്ക് ബോർഡിംഗ് പാസ് ഇവിടെ വരെയുള്ളതേ കൊടുത്തുള്ളൂ, കൊച്ചിക്കുള്ള കൊടുത്തില്ല. അപ്പം ഈ കൗണ്ടറിൽ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അതവിടെ നിന്ന് ചോദിക്കുക കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് പാസ്. ഞങ്ങളിവിടെ നിന്നു അതിനു വേണ്ടി. നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇമിഗ്രേഷൻ്റെ ഏരിയ. വെളിയിലോട്ട് പോകാൻ നമ്മുടെ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ ബഹ്റൈനിലോട്ട് വേണേൽ ഇറങ്ങാം. വളരെ ശാന്തമാണ് എയർപോർട്ട്. കണ്ടില്ലേ, വളരെ ശാന്തം. അങ്ങനെ ബഹ്റൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. എല്ലാം കാലിയടിച്ചാണ് കിടക്കുന്നത്, ആരുമില്ല. ഇതവർ റിനോവേറ്റഡ് ചെയ്തിരിക്കുന്ന എയർപോർട്ടാണ്. ഭംഗിയാക്കിയിട്ടുണ്ട് സംഭവമൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോഴത്തേക്കും പാസഞ്ചേഴ്സ് വളരെ കുറവാണ്. നോർമൽ കണ്ടീഷൻ ഇതുവരെ ആയിട്ടില്ലല്ലോ. അതിൻ്റെ ഒരു
ആഫ്റ്റർ എഫക്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ എൻ്റർടൈൻമെൻറ്റ് സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇതിനകത്ത് എൻ്റർടൈൻമെൻറ്റ് സോൺ. പക്ഷെ പാസഞ്ചേഴ്സ് ഇല്ല. നമ്മുടെ ഈ റെഫ്രിജറേറ്ററിൻ്റെ ഒക്കെ വെക്കുന്ന ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, ഒരു മാഗ്നറ്റ്. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ അവരുടെ ഒരു ഇത് നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ വാങ്ങിക്കൊണ്ട് വരുന്നത്. അത് ഐ ലവ് ബഹ്റിൻ എന്നുള്ള പറഞ്ഞാൽ ഞാൻ നോക്കി 20 റിയാൽ, 5 റിയാൽ 10 റിയാൽ നമുക്ക് കൊടുക്കേണ്ട സാധനം അത് 20 റിയാൽ, 5 യൂറോ ആയി. അപ്പോൾ ഉണ്ടെങ്കിൽ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാം, ഡോളേഴ്സ് ആൻഡ് യൂറോസ് ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അതിങ്ങനെ നോക്കിപ്പാം. ഇത് കണ്ടില്ലേ, ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടല്ലോ, എല്ലാം അടഞ്ഞു കിടക്കുക. ഞാൻ ലോഞ്ച് തപ്പിയൊന്ന് വന്നതാണ്. അത്യാവശ്യം വലിയ എയർപോർട്ടാണ്, ക്ലീനാണ്, നൈസാണ്. ഇറ്റ്സ് വെരി നൈസ് എയർപോർട്ട്. പിടിച്ച് കിടക്കുന്നുണ്ടോ? ആരുമില്ല. എയർ ലോഞ്ച് ലക്ഷ്യമാക്കിയാണ് വന്നത്. നമ്മൾ ലോഞ്ച് തപ്പി പോയിട്ട് ഇവിടെ ആകപ്പാടെ 2 ലോഞ്ചേ ഉള്ളൂ. ഒന്ന് വന്നിട്ട് പേൾ ലോഞ്ച്, പിന്നെ വേറൊരെണ്ണം വന്നിട്ട് ഗൾഫ് എയറിൻ്റെ ബിസിനസ് ആൻഡ് ഫസ്റ്റ് ക്ലാസ്, പിന്നെ മറ്റുള്ള എയർലൈൻസിൻ്റെ എല്ലാം കൂടെ ഉള്ള ആ ഒരു ലോഞ്ച്. അങ്ങനെ 2 ലോഞ്ച് ഇതിനകത്തുള്ളൂ. ഇവിടെ ഡൽഹിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അദാനി ലോഞ്ച്, ആ ലോഞ്ച്, ഈ ലോഞ്ച് എന്ന് പറഞ്ഞാൽ ഡൽഹി എയർപോർട്ടിലൊക്കെ 5, 6, 7 ലോഞ്ചാണ്. അതിൻ്റെ മുന്നിൽ ഇതൊന്നും ഒന്നും അല്ല. ഇപ്പോൾ ബഹ്റിൻ എയർപോർട്ടിലാണ് ഉള്ളത്. നമുക്കിവിടെ ഒരു 4-5 മണിക്കൂർ ട്രാൻസിറ്റ് ടൈമുണ്ട്. ഈ ഒരു എയർപോർട്ടിനകത്ത്, ഇത്രയും വലിയ എയർപോർട്ടിനകത്ത് നമുക്ക് അവിടെ ഇവിടെ എണ്ണി നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാസഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. എല്ലാ കടകളും ശൂന്യമാണ്, ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട് എന്നല്ലാതെ ഒരൊറ്റ കസ്റ്റമറോ ഇല്ലെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റുകളിൽ ആരെങ്കിലും പോയി കാപ്പി പിടിക്കുന്ന ഒന്നും കാണുന്നില്ല. എല്ലാം ഇങ്ങനെ ഒരു ഡെഡായിട്ട് കിടക്കുന്ന ഒരു രംഗമാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുക. വളരെ പരിതാപകരമാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു കൊറോണ വന്ന് നിൽക്കുന്നതാണോ എന്ന് ഫീൽ ചെയ്യും. ആ സമയത്തെ അവസ്ഥ പോലുണ്ട് ഇപ്പം. ഗൾഫെയർ തന്ന ബിരിയാണി, അതെ, ചോദിച്ചു മേടിച്ച ഒരു ബിരിയാണി. അങ്ങനെ ഒരു നീണ്ട ട്രാൻസിറ്റിന് ശേഷം നമ്മൾ നേരെ ഗേറ്റിന് അങ്ങോട്ട് നടക്കുക. 21 ആണ് നമ്മുടെ ഗേറ്റ്. 21A. 20A ആണോ? പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നു ഇപ്പോൾ ഈ ഇന്ത്യക്കുള്ള ഈ യാത്ര. കാര്യം ഈ ഒരു യുദ്ധവും വിഷയമൊക്കെ കാരണം മിഡിൽ ഈസ്റ്റിലെ മൊത്തത്തിൽ ഒരു നല്ല അന്തരീക്ഷം അല്ലാത്തതുകൊണ്ട് യാത്രകൾ ഒഴിവാക്കി നിൽക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു 15 ദിവസത്തെ സീസ് ഫയറൊക്കെ വന്നപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങിയെന്ന് കണ്ടപ്പം എന്നാലൊന്ന് ഇന്ത്യ വരെ പോകാമെന്ന് വിചാരിച്ചാണ് ഈ യാത്ര മനസ്സിലോട്ട് വന്നത്. ടിക്കറ്റ് ഫെയർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് നിൽക്കുന്ന സമയം കൂടാണ്. അപ്പോഴാണ് വലിയ കുഴപ്പമില്ലാത്ത ടിക്കറ്റുമായിട്ട് ഗൾഫ് എയർ നമുക്ക് ഓഫർ തന്നത്. അങ്ങനെയാണ് ഇതുവഴി വരാനുള്ള സാഹചര്യം ഉരുത്തിരിയുന്നത്. ഒരു 10 ദിവസത്തെ ട്രിപ്പാണ് ഇന്ത്യയിലോട്ട്.
ഇനി 1 മണിക്കൂറൂടെ ചിലപ്പോൾ ഇവിടെ നിൽക്കേണ്ടി വരും. നമ്മുടെ ഗേറ്റ് 20A ആണ്. അപ്പം 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ടേക്ക് ഓഫ് ആവും. രാവിലെ വെളുപ്പിനെ 4 മണിക്ക് കൊച്ചിയിലെത്തും. വളരെ ശാന്തമാണ് എയർപോർട്ട്, ആരുമില്ല. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ബോർഡിംഗ് പാസ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്ന ബോർഡിംഗ് പാസിന് പകരം വന്ന ബോർഡിംഗ് പാസ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അവർ ചൂടാവുമോ? ചൂടാകുമായിരിക്കാം അല്ലേ. എന്തായാലും അങ്ങനൊരു സംഭവം ഉണ്ടായി. ഞാൻ ബഹ്റിൻ വരെ വന്ന ബോർഡിംഗ് പാസ് ഞാൻ ഇപ്പം കൗണ്ടറിൽ കൊടുത്തു. അപ്പം അവർ ഇത് ബഹ്റിനിൽ വന്നതാണ്, നിങ്ങൾക്ക് കൊച്ചിയിലോട്ട് പോകേണ്ട ബോർഡിംഗ് പാസ് എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ എടുത്ത് കൊടുത്തു. എന്ത് ചെയ്യാൻ പറ്റും? 4-5 മണിക്കൂറൊക്കെ നമ്മൾ ട്രാൻസിറ്റ് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലേ. അങ്ങനെ ഫ്ലൈറ്റിനുള്ളിലോട്ട് കയറി. അത്യാവശ്യം ഫ്ലൈറ്റ് ഫുള്ളാണ്. കണ്ടിട്ട് നമ്മൾ മുമ്പേ വന്ന ഫ്ലൈറ്റിനേക്കാളും കുറച്ചുകൂടെ പുതിയ ഫ്ലൈറ്റാണെന്ന് തോന്നുന്നത്. ബഹ്റിനിൽ നിന്ന് അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. നമ്മളിപ്പോൾ കാണുന്നത് ബഹ്റിനിലെ ആകാശ കാഴ്ചകളാണ്. ബഹ്റിൻ സിറ്റിയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. രാത്രിയിൽ എങ്ങനെയാണ് ബഹ്റിൻ സിറ്റി അങ്ങനെ പ്രകാശപൂരിതമായിട്ട് നിൽക്കുന്നത് നമുക്കിതിൽ കാണാം. ഇനിയിപ്പോൾ നമ്മൾ നേരെ കൊച്ചിയിലോട്ടുള്ള യാത്രയിലാണ്. നമ്മൾ കൊച്ചിയിൽ ലാൻഡായി. ഇനി നമ്മളിപ്പോൾ നേരെ പോകേണ്ടത് ഇമിഗ്രേഷൻ കഴിഞ്ഞ് ലഗേജ് എടുക്കുക. ഇപ്രാവശ്യം നമ്മൾ അങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്നത് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ്. ഫസ്റ്റ് ടൈമാണ് ഇപ്പം ക്യാബ് ബുക്ക് ചെയ്ത് പോകുന്നത്. അപ്പം അവർ ഓൾറെഡി വെളിയിൽ വന്ന് കിടപ്പുണ്ടെന്നാണ് മെസ്സേജ് വന്നത്. കാര്യം ഏർലി മോർണിംഗ് ആണ്. പിന്നെ വീട്ടിൽ നിന്ന് വണ്ടി വിളിച്ചില്ല. അപ്പം അതൊക്കെ കൊണ്ട് ക്യാബ് ബുക്ക് ചെയ്തത്. ഇപ്രാവശ്യം നോക്കണം ക്യാബിൻ്റെ എങ്ങനെയാണ് സർവീസ് എന്നൊക്കെ. വന്നു ഇറങ്ങി ഇമിഗ്രേഷൻ കഴിഞ്ഞു. നേരത്തെ ഈ ഒരു സ്കാനിങ് ഇല്ലായിരുന്നു ഇമിഗ്രേഷന് മുന്നിൽ. ഇപ്പം അവർ സ്കാനിങ് പിന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടിപ്പം നമ്മൾ നേരെ ഇപ്പം കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ അവിടെ എത്തി. ഇവിടെ ഒന്നും മേടിക്കാനില്ല, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോവാം ലഗേജിൻ്റെ അങ്ങോട്ട്. ഇമിഗ്രേഷനൊക്കെ പടപടാന്ന് കഴിഞ്ഞു. 1 മിനിറ്റ് എല്ലാം കഴിഞ്ഞു. ആസ് യൂഷ്വൽ ലഗേജിന് വേണ്ടി കാത്തു നിൽക്കുന്നു. ലഗേജ് ഒരു പെട്ടി എത്തി. ഇനി അടുത്ത പെട്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. വലിയ സമയമൊന്നും എടുത്തില്ല. ഇപ്പം എയർപോർട്ട് അത്ര വലിയ ബിസിയസ്റ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് എല്ലാം പെട്ടെന്ന് നടക്കുന്നുണ്ട്. ഇതാ ആ പുള്ളിയാ ആരോമൻ നിൽക്കുക, നമ്മുടെ ക്യാബ് KL41. നമ്മളങ്ങനെ ക്യാബിൽ കയറി. വെരി ഏർലി മോർണിംഗ് ആയതുകൊണ്ട് വളരെ ക്വയറ്റാണ് എയർപോർട്ട്. അങ്ങനെ നേരം പരവരാന്ന് വെളുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം കുറച്ച് നേരം വെളുത്തു. നമ്മളങ്ങനെ ഹൈവേ കൂടെ പോവാണ്, പണി തീരാത്ത ഹൈവേ. നമ്മൾ ഈ കൃപാസനത്തിൻ്റെ മുന്നിൽ കൂടെ പോകുന്നത്. എറണാകുളം ട്രിവാൻഡ്രം ഹൈവേ പണി തീരാൻ ഏതാണ്ട് ഒരു 2 വർഷം കൂടി എടുക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ കൊച്ചിയിൽ നിന്ന് തിരിച്ചിട്ട് ഏതാണ്ട് 2.5 മണിക്കൂറത്തോളം നമ്മൾ റോഡിൽ കൂടിയുള്ള യാത്ര കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലെത്തി. ആലപ്പുഴ ബൈപ്പാസ് വഴി കയറിയാണ് എത്തിയത്. ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തി. നാട്ടിലെ ചൂടെന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ്.
ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഇപ്പം നാട്ടിൽ. അപ്പോൾ നമുക്ക് നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.